മോദി സർക്കാരിൽ NDA മൂന്നാം വട്ടം അധികാരത്തിലേറുമ്പോൾ ഇതാ മലയാളി സാന്നിധ്യമായി രണ്ടാമതൊരാൾ കൂടി ജോർജ് കുര്യൻ കൂടി എത്തുകയാണ്. കോട്ടയത്ത് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും ഷിനോജ് നമുക്കൊപ്പം ചേർന്നുണ്ട്. ഷിനോജ്, നേരത്തെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. മന്ത്രിസ്ഥാനം വരും പോകും, ഇതിൽ അത്ഭുതമില്ല. അദ്ദേഹം പതിറ്റാണ്ടുകളായി ചെയ്യുന്ന അധ്വാനത്തിന്റെ ഫലം എന്ന നിലയ്ക്ക് ഇതിനെ കാണുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. വളരെ ഒരു അമിത സന്തോഷമോ ഒന്നും പ്രകടിപ്പിക്കാതുള്ള പ്രതികരണമാണ്. ഇപ്പോൾ ജോർജ് കുര്യനായിട്ട് നേരത്തെ ഷിനോജ് കേട്ടാണ്. നമ്മുടെ ഡൽഹി റിപ്പോർട്ടർമാരെല്ലാം അവിടെ കേരള ഹൗസിലുള്ളപ്പോഴും അദ്ദേഹം ഒരു ചിരിയും ചിരിച്ചു ഒരു ചായയും കുടിച്ചു പോയ ആളാണ്. ഇപ്പോൾ മന്ത്രിയായി തിരിച്ചു വരാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ സമീപത്തുള്ളവരുടെ പ്രതികരണങ്ങൾ ലഭ്യമാണോ? ആളുകളിൽ ഒരു ഞെട്ടലിലാണോ സത്യത്തിൽ കോട്ടയത്തുകാർ? ദിവിഷ, തീർച്ചയായും ഞെട്ടൽ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളിവിടെ മാധ്യമപ്രവർത്തകർ എത്തിയപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം കേന്ദ്രമന്ത്രി ആയിട്ടുണ്ടെന്ന കാര്യം പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അറിയുന്നത്. ഇന്ന് രാവിലെ അവസാനമായി ജോർജ് കുര്യൻ ഫോൺ വിളിച്ചപ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനയും, സാധാരണ ഡൽഹിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരുന്നത്. അല്ലാതെ കേന്ദ്രമന്ത്രിയാകുമോ അതുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനയും ഭാര്യയ്ക്ക് പോലും ഇല്ലായിരുന്നു എന്നാണ് ഭാര്യയുമായി സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവർക്കൊക്കെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടമാണ്. കാരണം ജോർജ് കുര്യൻ്റെ രാഷ്ട്രീയം നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി ജനതയുമായി ബന്ധപ്പെട്ടാണ് ജോർജ് കുര്യൻ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അതിനുശേഷം ജനതാ പാർട്ടിയിലേക്ക് എത്തുന്നു, തുടർന്ന് യുവമോർച്ചയിലേക്ക് എത്തുന്നു, തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെയൊക്കെ ഒരു സംസ്ഥാന നേതാവ്, അതിനുശേഷം ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ അറിയപ്പെടുന്ന നേതാവായി ജോർജ് കുര്യൻ മാറുന്നു. ആ രീതിയിലൊക്കെ ഒരു വളർന്ന മാറ്റത്തിന് ശേഷം ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൂടി ജോർജ് കുര്യന് കിട്ടുകയാണ്. അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ്. ചേച്ചി, ക്ഷമിക്കണം, സാങ്കേതിക തകരാറാണ്. നമുക്ക് കൂടുതൽ പ്രതികരണം തേടാൻ കഴിഞ്ഞില്ല. നേരത്തെ അവർ വളരെ വിശദമായി എന്തായാലും മാധ്യമങ്ങളോട് സംസാരിച്ചതാണ്. ലഭ്യമാണോ? തുടക്കത്തിൽ BJP ചേർന്ന കുടുംബത്തിൽ നിന്നൊക്കെ ഒരുപാട് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എങ്ങനെയാണ് മറികടന്നത്? ആ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? കുടുംബത്തിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് യാതൊരു എതിർപ്പും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടേ ഇല്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണല്ലോ ഒന്നിച്ച് കുടുംബം മുമ്പോട്ട് പോകുന്നത്. ഈ മക്കളെ വിളിച്ച സമയത്ത് എന്താ പറഞ്ഞേ? മക്കള് ഒരാള് നൈറ്റാണ്, കാനഡയില്ല, അറിഞ്ഞിട്ടില്ല. ഇളയാള് അറിഞ്ഞു, ഇപ്പോഴാണ് അറിയുന്നത്. നിങ്ങൾ വന്നു കഴിഞ്ഞ്. നമ്മളിത് കൺഫേം അല്ലല്ലോ. രാവിലെ ആളുകൾ വിളിക്കുന്നു, ചോദിക്കുന്നു, നമുക്കറിയില്ലല്ലോ. ഇപ്പൊ നിങ്ങളാണ് പറയുന്നത്. ആന്നും പറഞ്ഞു നിങ്ങൾ വരുന്നു, എന്നോട് ചോദിക്കുന്നു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഇന്ന് രാവിലെ വിളിച്ച സമയത്ത് ഇതുമായിട്ട് ഒരു സൂചനയില്ലായിരുന്നു അല്ലേ? ഇല്ല, നൈറ്റിൽ ഇവിടുന്ന് പോയതാണ്. രാവിലെ എത്തിയെന്ന് പോകുമ്പോ പറയും, എത്തുമ്പോ പറയുള്ളൂ. പറഞ്ഞു ഡൽഹിയിൽ എത്തിയെന്ന് പറഞ്ഞു. ചേച്ചി ഹാപ്പിയാണ്? തീർച്ചയായും. എന്തായാലും ജോർജ് കുര്യൻ്റെ ഭാര്യയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അവർ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഇത്തരത്തിലൊരു കേന്ദ്രമന്ത്രി സ്ഥാനം ഒന്നൊക്കെ കിട്ടുമെന്ന് ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സന്തോഷം ചേച്ചിയുടെ വാക്കുകളിലൊക്കെ ഉണ്ട്. അന്നമ്മ എന്നാണ് പേര്. അവർ നേരത്തെ രാജ്യസേവനത്തിലൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് ജോർജ് കുര്യൻ ഒരു കേന്ദ്രമന്ത്രി നിലയിലേക്കൊക്കെ എത്തുന്നത്. ദിവിഷ്. ശരി, ഷിനോജാണ് കോട്ടയത്ത് ജോർജ് കുര്യൻ്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി പങ്കുവച്ചത്. നേരത്തെ